ഒരു ദിവസം ഒരു വെളുത്ത ജുബ്ബ ധരിച്ചു വരുന്നു മഹാനായ അംർ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു. നല്ല വെളുത്തൊരു വസ്ത്രം. എന്നിട്ട് പറഞ്ഞു, മാ അഹ്ലാ ഹാദിഹി ജുബ്ബ, എന്തോ ഒരു ചുറുക്കുള്ള വസ്ത്രല്ലേ. വതഹദ്ദറു ദമു അലൈഹാ, ആ വസ്ത്രത്തിൽ ഇവിടെ ഇങ്ങനെ ചോരപ്പാട് കൂടെ കണ്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് മഹാനായ അംർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വെള്ള വസ്ത്രം ധരിച്ച് മഹാനവറുകൾ പറയുകയുണ്ടായി. അങ്ങനെ പോകുമ്പോ ഒരു തോട്ടത്തിന്റെ അരികത്തുകൂടെ പോവാണ്. നല്ല പഴങ്ങളുണ്ട്, മനോഹരമായ ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ട്. അത് കണ്ടപ്പോ മഹാൻ പറഞ്ഞു, മാ അജ്മല ഹാദൽ വാദി, എന്തൊരു മനോഹരമാണ് ഈ താഴ്വര. വഅജ്മലു മിൻഹു ലൗ അന്ന റജുലൻ സ്വാഹ യാ ഖൈലല്ലാഹി ഇർകബി, ഇതിനേക്കാളും മനോഹരമായത് അള്ളാഹുവിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ ദീനിന്റെ ആളുകളൊന്ന് വിളിച്ചു പറഞ്ഞാൽ അതിൽ പോയി റബ്ബിന് ജീവത്യാഗം ചെയ്യൽ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഈ താഴ്വരയുടെ മനോഹാരിതയെക്കാളും സ്വർഗലോകത്തിന് മധുരമുണ്ടല്ലോ. അപ്പോഴേക്കും വിളിയാളം വരുന്നു, നേരെ ഓടുന്നു. മഹാനവറുകൾ അവിടെ അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നു. ആ വെള്ള വസ്ത്രം ധരിച്ച് ഏതു ഭാഗത്തേക്ക് നോക്കിയിട്ടാണോ ഇവിടെ ഒരു ചോര ഒലിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞത്, അവിടം ഒരു മുറിവേറ്റു. പക്ഷേ സാരമായ മുറിവല്ല, ചോര വരാൻ തുടങ്ങുന്നതിൽ നിന്ന് വലിയൊരു മുറിവൊന്നുമല്ല. മഹാനവറുകൾ ആ മുറിവിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. ഖദ് യുബാരികുല്ലാഹു ഫിസ്സഗീരി ഫയുശ്ബിഹു കബീറാ, ഈ ചെറുത് ഇതിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുകയും അതങ്ങ് വലുതാവുകയും ചെയ്താൽ മതിയല്ലോ. നമ്മളെന്താ പറയാ, റബ്ബി ചെറിയ മുറിങ്ങ് മാറി കിട്ടിയാൽ മതിയല്ലോ, നമ്മൾ അങ്ങനെയാ പറയാ. അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് യുബാരികുല്ലാഹു ഫിസ്സഗീർ ഫയുശ്ബിഹു കബീറാ. മഹാനായ ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഗ്രന്ഥങ്ങളിൽ പ്രഗൽഭമായ ഒരു ഗ്രന്ഥമുണ്ട്. പ്ലാഗിനെ സംബന്ധിച്ച് മാത്രം എഴുതിയൊരു ഗ്രന്ഥമുണ്ട്, ബദലുൽ മഊൻ ഫീ ഫളലിത് ത്വാഊൻ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അന്ന് പ്ലാഗ് രോഗം ബാധിച്ചപ്പോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ആകാശലോകത്തേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ വഫിർ ലി അഹ്ലി മുആദിൻ നസീബഹും മിൻ റഹ്മതിക്. അല്ലാഹുവേ, ഈ പ്ലാഗ് രോഗം നടക്കുമ്പോൾ മുആദ് ഇബ്നു ജബലിന്റെ കുടുംബത്തിന് നിന്റെ പരമമായ കാരുണ്യം എമ്പാടും നൽകണം പടച്ചവനെ. എന്താണ് ചോദിച്ചെന്നറിയോ? ആ ചോദ്യത്തിന് ഉത്തരമാണ് തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് എന്നവർക്ക് പ്ലാഗ് രോഗം ബാധിച്ചു. പ്ലാഗ് ബാധിച്ചാൽ പിന്നെ മരണമല്ലാതെന്ന് രക്ഷയില്ല. സ്വന്തം മോൻ അല്ലാഹുമ്മ വഫിർ, അല്ലാഹുവേ പൂർത്തിയാക്കി തരണം പടച്ചവനെ, ലി അഹ്ലി മുആദിൻ നസീബഹും മിർ റഹ്മതിക്, നിന്റെ കരുണയിൽ നിന്ന് മുആദിന്റെ വീട്ടുകാർക്ക് റബ്ബേ എമ്പാടും നൽകണേ എന്ന് ചോദിച്ചു മുആദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദിന് പ്ലാഗ് രോഗം വന്നു. ആളുകൾ ചോദിച്ചു, എങ്ങനെയുണ്ട് മുആദ് എന്നവരെ, എങ്ങനെയുണ്ട്? എന്താ മറുപടി എന്നറിയോ? സൂറത്തുൽ ബഖറയിലെ ഒരായത്തിന്റെ ശകലമാണ് മറുപടി. അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. അല്ലാഹു നൽകുന്നത് സത്യമാണ്, അല്ലാഹുവിൽ നിന്ന് കിട്ടുന്നത് ഹഖാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സംശയിക്കണ്ട. ഞാൻ ഈ ചോദിച്ച റഹ്മത്താണ് അല്ലാഹു നൽകുന്നത്. എന്റെ പൊന്നുമോൻ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്നെ കാത്തിരിക്കാൻ പോവുകയായിരിക്കും. അതുകൊണ്ട് എനിക്ക് സമാധാനമാണുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ തള്ളവിരലിന് പ്ലാഗിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, ഇന്നകി സഗീർ, നീ ചെറുതാണ്. വഖദ് യുബാരികുല്ലാഹു ഫിസ്സഗീർ, ഈ ചെറുതിൽ അല്ലാഹു ചിലപ്പോ ബറക്കത്ത് തന്നേക്കും എന്ന് പറഞ്ഞ മുആദ് റളിയല്ലാഹു തആല അൻ. സുബ്ഹാനല്ലാഹ്. വിഷമം വരുമ്പോൾ സഹിക്കാൻ നമുക്ക് പറ്റുമോ? അതാണ് വിഷയം. ഡോക്ടർ പറഞ്ഞു, മുഴക്ക് പരിശോധിച്ച് നോക്കുമ്പോ ലാ സമഹല്ലാഹ്, കാര്യമായൊരു ഗൗരവപരമായ രോഗത്തിന്റെ ലക്ഷണമുണ്ട് എന്ന് പറയുമ്പോ നമ്മളങ്ങോട്ട് തകരോ? നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയോ? ആ നേരത്ത് അൽഹംദുലില്ലാഹ് റബ്ബേ, നിന്റെ തീരുമാനം ഒരുപക്ഷെ ഈ ദുന്യാവിന്റെ ഹമ്മെന്നും ഗമ്മെന്നും കർബിൽ നിന്നും എന്നെ കൊണ്ടുപോയി നിന്റെ സ്വർഗലോകം തരാനായിരിക്കുമോ റബ്ബേ? എത്രയോ ഇബാദത്ത് കുറഞ്ഞ ആളാണ് ഞാൻ. ഒരു വേദനക്ക്, ഒരു രോഗത്തിന് നീ നൽകുന്ന പ്രതിഫലം കൊണ്ട് ഒരു പക്ഷേ ഞാൻ നാളെ രക്ഷപ്പെട്ടേക്കും. എന്നെ രക്ഷപ്പെടുത്താൻ നീ കൊണ്ടുവന്ന അൽ ഹഖ്ഖു മിർ റബ്ബിക്
ഫലാ തകൂനന്ന മിനൽ മുംതരീൻ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ നമുക്കതിനെ സ്വീകരിക്കാൻ കഴിയുമോ? നമ്മുടെ അബ്ദാണ്. അബ്ദ് എന്ന് പറഞ്ഞ അടിമ. ഉടമസ്ഥൻ എന്ത് തീരുമാനിക്കുന്നു അതൊക്കെ അവിടെ നടക്കും. ചോദ്യമല്ല. അത് നമുക്കാണ് ബോധ്യപ്പെട്ടാൽ ഒരു രോഗത്തെപ്പറ്റി നമുക്ക് പരാതി പറയേണ്ടി വരില്ല. അൽ ഹഖ്ഖു മിർ റബ്ബിക. മഹാനായ അംർ ഇബ്നു ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. മഹാനായ അംർ ഇബ്നു ഉത്ബത്ത് റളിയല്ലാഹു അൻഹു തന്റെ കൊച്ചു മുറിവിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ആ മുറിവൊന്ന് വലുതായി കിട്ടാൻ അങ്ങനെ മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത് ആ മുറിവ് കാരണമാണതങ്ങ് വലുതായി. മഹാനവറുകൾ അന്നൊരു ദിവസം നോമ്പുകാരനാണ്. സൂര്യാസ്തമയം നടക്കാൻ പോകുന്നുള്ളൂ. നോമ്പ് മുറിക്കാൻ നേരമായിട്ടില്ല. അള്ളാഹുവിന്റെ അരികത്ത് പോയി നോമ്പ് തുറക്കാനുള്ള ഭാഗ്യമുണ്ടായി അംർ ഇബ്നു ഉത്ബ ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹുവിന്. ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക. അള്ളാഹുവിനോട് സത്യസന്ധമായി ചോദിച്ചാൽ അള്ളാഹു നിനക്കതിന് മറുപടി തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക. അള്ളാഹുവിനോട് നമുക്ക് സത്യസന്ധതയുണ്ടോ എങ്കിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത തരും. അള്ളാഹു ആ വാക്ക് പാലിക്കും. എല്ലാറ്റിലും ഈമാനിന്റെ വിഷയത്തിൽ സത്യസന്ധത, അള്ളാഹുമായുള്ള ബന്ധത്തിൽ സത്യസന്ധത, ഇൽമിന്റെ വിഷയത്തിൽ ഒരു ദീനീ സ്ഥാപനമല്ലേ, ഒരൽപ്പം അത് ആ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. വഴി നമുക്ക് തിരിച്ചു വരാം. ഇൽമിന്റെ വിഷയത്തിൽ സത്യസന്ധത. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ സഉംബീക അൻ തഫ്സീലിഹാ ബിബയാനി ذكاء وإخلاص وصدق وبلغة وصحبات أستاذ وطول زماني. ഇൽമ കിട്ടാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധമായതിനെ നേരിടണം, സത്യസന്ധമായതിനെ സമീപിക്കണം. നമ്മുടെ മോൻ പഠിക്കുന്നത്, ഹാഫിളാകുന്നത്, ആലിമാകുന്നത് ജോലി കിട്ടാതെ എഞ്ചിനീയർമാർ പോലും അലഞ്ഞു നടക്കുന്ന ഒരു കാലത്ത് എന്റെ മോന് വേഗം ജോലി കിട്ടണം, ഇതാണോ ലക്ഷ്യം? എന്തിന് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നു? പഠിക്കുന്ന മക്കൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്നു? പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മനസ്സിൽ കിടക്കുന്ന നിയ്യത്ത് എന്താണ്? ഇതൊക്കെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു, ഇൽമെന്ന് പറയുന്നത് വായിച്ചു കിട്ടുന്ന, കേവലം കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ച് വായിച്ചാൽ കിട്ടുന്ന സംഗതിയല്ല. അങ്ങനെയാണെങ്കിൽ എത്ര ആലിമീങ്ങൾ ഉണ്ടാവും ഇവിടെ? വായനയുള്ള ആളുകളൊക്കെ ആലിമീങ്ങൾ എന്ന് പറയോ? വായിച്ചു കിട്ടുന്നതല്ല കിതാബുകൾ. സ്വഹീഹ് ബുഖാരിയുടെയും സ്വഹീഹ് മുസ്ലിമിന്റെയും നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളുടെയും പരിഭാഷ വെച്ച് കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് വീട്ടിൽ വെച്ച് വായിക്കാം. ആലിം എന്ന് പറയോ? ഇൽമ കിട്ടണമെങ്കിൽ മഹാനായ ഇമാമുന, നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല ഈ 6 കാര്യങ്ങളാണ് പറഞ്ഞത്. സകാഉൻ വഇഖ്ലാസുൻ വസിദ്ഖുൻ വബുൽഗത്തുൻ വസുഹ്ബാതു ഉസ്താദിൻ വതൂലു സമാനി. ബുദ്ധി വേണമെന്ന് പറഞ്ഞ്, ആത്മാർത്ഥത വേണമെന്ന് പറഞ്ഞ്, സത്യസന്ധത വേണമെന്ന് പറഞ്ഞ്, ത്യാഗം വേണമെന്ന് പറഞ്ഞ് മഹാനവറുകൾ 2 കാര്യം കൂടെ പറഞ്ഞു. വസുഹ്ബത്തു ഉസ്താദിൻ, ഒരു ഉസ്താദിന്റെ സുഹ്ബത്ത് വേണം. ഒരു ഗുരുനാഥന്റെ കൂടെ വർഷങ്ങളോളം ഇരുന്ന് പഠിക്കേണ്ടി വരും. വതൂലു സമാനി, ഒരുപാട് കാലം ഇൽമ പഠിക്കാൻ ചിലവഴിക്കേണ്ടി വരും. 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് ഒരു ഗ്രാജുവേഷൻ, ഇതൊന്നും ഇൽമിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ നടക്കുന്ന പ്രശ്നമല്ല. തൂലു സമാനി, ഒരുപാട് കൊല്ലം. സുഹ്ബത്ത് ഉസ്താദ്, എന്തിനാണ് ഉസ്താദിന്റെ സുഹ്ബത്ത് വേണമെന്ന് പറഞ്ഞത്? മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാൻ. വസുഹ്ബത്തുൽ ഉസ്താദി തതഅല്ലമു മിൻഹൽ അദബ് ഖബ്ലൽ ഇൽം. ഇൽമ പഠിക്കുന്നതിന്റെ മുമ്പ് ഗുരുനാഥനിൽ നിന്ന് അദബ് പഠിക്കാനാണ് ഒരു ഗുരുനാഥന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞത്. ഇൽമ പഠിക്കലല്ല വിഷയം അവിടെ. ആദ്യം പഠിക്കേണ്ടത് അദബാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ മുതഅല്ലിമീങ്ങൾ ചെന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അവരുടെ ഉസ്താദുമാർ സ്വന്തം ഉസ്താദുമാരോട് അദബ് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ? സ്വന്തം ഗുരുനാഥന്മാരോട് അദബ് പാലിക്കാത്തവർക്ക് തന്റെ ശിഷ്യന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സാധ്യമല്ല, സാധ്യമല്ല. സുഹ്ബത്ത് ഉസ്താദിൻ, അദബുള്ള പണ്ഡിതനെ കാണുകയും അദബുള്ള ആലിമിനെ കാണുകയും ആ ആലിമിൽ നിന്ന് അദബ് എന്താണെന്ന് ആദ്യം ഈ മുതഅല്ലിമീങ്ങൾക്ക് കിട്ടണം. കാരണം അതിന്റെ സ്രോതസ് തന്റെ ഗുരുനാഥനാണ്.
അതുകൊണ്ടാണ് ഇമാമുന ശാഫിഈ തങ്ങൾ, നിങ്ങൾ സത്യസന്ധനായ ഒരു ആലിമിന്റെ അരികത്തേക്ക് മക്കളെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞേക്കാവൂ എന്ന് മഹാനവറുകളെ പഠിപ്പിക്കുന്നത്. സുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി, ഒരുപാട് അധ്വാനിച്ചുകൊണ്ടാണ് ഇമാമുന ശാഫിഈ തങ്ങൾ ഇൽമു പഠിച്ചത്. തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഗസ്സയിൽ ജനിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇന്ന് ഫലസ്തീനിന്റെ ഭാഗമായ ഗസ്സ, നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ ഗാസ എന്നെഴുതുന്ന ഗസ്സ, ആ ഗസ്സയിലാണ് ഇമാമുന ശാഫിഈ തങ്ങൾ ജനിക്കുന്നത്. അവിടെ നിന്ന് മക്കയിലേക്ക് യാത്ര വരുന്നു. ചെറിയ കുട്ടിയാണ്, ഇന്നത്തെ കാലം പോലെയാണോ? മക്കയിലേക്ക് വരുന്നു ഇൽമു പഠിക്കാൻ. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ മുഹമ്മദ് മഹദി റളിയല്ലാഹു അൻഹക്ക് മോനെ പഠിപ്പിക്കാൻ ഉസ്താദിന് കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോ ഒരൊറ്റ കാര്യം പറഞ്ഞു, ഉസ്താദേ, എന്റെ മോനെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ശമ്പളം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. അന്നൊക്കെ ഹുബ്സ കൊടുക്കും, റൊട്ടി കൊടുക്കും, ഭക്ഷണം കൊടുക്കും, കാരക്ക് കൊടുക്കും ഉസ്താദിന് കൂലിയായിട്ട്. എന്നൊക്കെ അത് കൊടുത്താൽ കുട്ടിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും, അല്ലേ? മദ്രസ പുറത്താക്കും, ദർസ് പുറത്താക്കും. സുബ്ഹാനല്ലാഹ്. ഉമ്മ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ ആ മജ്ലിസ് വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനും എന്റെ മോനെ ഞാൻ ഏൽപ്പിക്കാം, അതുപോലെ കൂലിയായിട്ട്. സ്വന്തം ഗുരുനാഥൻ എഴുന്നേറ്റ് നിന്നാൽ ആ മജ്ലിസ് വൃത്തിയാക്കുകയായിരുന്നു കൊച്ചുകുട്ടിയായിരുന്ന നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഗുരുനാഥനോട് അദബ് പാലിച്ചപ്പോഴാണ് 10 വയസ്സാകുമ്പോഴേക്കും ഇമാമുന മാലിക് തങ്ങളുടെ മുവത്ത മനഃപ്പാഠമാക്കുന്നു. അപ്പോഴേക്കും ഖുർആൻ അതിന് മുമ്പേ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. 60-70 വയസ്സുള്ള ആലിമീങ്ങൾ ജീവിച്ചിരിക്കെ 15 വയസ്സാകുമ്പോഴേക്കും ഫത്വ ചോദിക്കപ്പെടാൻ മാത്രം പ്രാഗൽഭ്യമുള്ള ആലിമായി ഇസ്ലാമിന്റെ അവ്വലുൽ ഖുറൂനിൽ ജീവിച്ച ആദ്യകാലങ്ങളിലെ കർണുകളിൽ നൂറ്റാണ്ടുകളിൽ ജീവിച്ചുപോയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവർകൾ പറഞ്ഞു, എന്റെ കയ്യിൽ എഴുതി വെക്കാൻ ഒന്നുമില്ല, ഞാൻ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് പോകും, വല്ല എല്ലും കഷ്ണം കിട്ടിയാൽ അവിടെ ഹദീസ് എഴുതി വെക്കും, എന്നിട്ട് ഞാൻ എന്റെ ഒരു വീട്ടിലുള്ള ഭരണിയിൽ കൊണ്ടുവന്നിടും ആ എല്ലുകളൊക്കെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് ഇൽമുണ്ടായത്. 50 വയസ്സാകുമ്പോഴേക്കും ലോകത്തോട് വിട പറഞ്ഞ മഹാനല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 50 വയസ്സായപ്പോഴേക്കും മലഅൽ ആഫാഖ ഇൽമാ, ചക്രവാള സീമകൾ ഇൽമു കൊണ്ട് നിറച്ചില്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇൽമിൽ ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ അടിസ്ഥാന കർമ്മശാസ്ത്ര നിയമം, ദ ഫണ്ടമെന്റൽസ് ഓഫ് ജൂരിസ്പ്രുഡൻസ്, ഇസ്ലാമിലെ ഫിഖ്ഹിന്റെ അടിസ്ഥാനങ്ങൾ എന്ന ഒരു ഇൽമു തന്നെ സ്ഥാപിച്ചത് ഇമാമുന ശാഫിഈ തങ്ങളല്ലേ. കിതാബുർ റിസാല, മഹാനവറുകളുടെ റിസാല എന്ന ഗ്രന്ഥം ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമല്ലേ. 50 വയസ്സായപ്പോഴേക്കും ലോകത്തോട് വിട പറഞ്ഞ് ഇൽമു ലോകത്ത് നിറച്ചുപോയ ഇമാമുന ശാഫിഈ തങ്ങളുടെ ആ ഒരു പാരമ്പര്യം അല്ലാഹു ലോക മുസ്ലിമീങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ അറിവിന്റെ നിറകുടങ്ങളായ ആലിമീങ്ങളെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആലിമീങ്ങൾ പറയാറുണ്ട്, മൻ ത്വലബൽ ഹദീസ അഫ്ലസ്, ഹദീസ് പഠിക്കാൻ പോയാൽ ആള് പാപ്പരായി പോകും, കയ്യിലെ പൈസ തീരും. വലാ യനാലുൽ ഇൽമു ഇല്ലാ ബിൽ ഫഖർ, ദാരിദ്ര്യമുണ്ടെങ്കിലേ ഇൽമുണ്ടാകൂ. 5 സ്റ്റാർ ഫെസിലിറ്റി കൊണ്ട് ജീവിച്ചാൽ ഇൽമു കിട്ടില്ല. 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ജീവിതത്തിലൂടെ ഇൽമു കിട്ടുകയില്ല, അത് കൊടുക്കാനും കഴിയൂല. ലാ യുനാലുൽ ഇൽമു ഇല്ലാ ബിൽ ഫഖർ, കഷ്ടപ്പാടിലൂടെയാണ് ഇൽമുണ്ടാകുന്നത്, കഷ്ടപ്പാടിലൂടെയാണ് ഇൽമു സമ്പാദിക്കപ്പെടുന്നതെന്ന് മഹാന്മാരായ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് നമ്മുടെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കിൻ. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കിൻ. കഷ്ടപ്പാട് മക്കൾക്ക് അറിയില്ലല്ലോ, മക്കൾക്ക് അറിയില്ല കഷ്ടപ്പാട്. വൈറ്റമിൻ എൻ എന്നതിന്റെ ഒരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കാം. വൈറ്റമിൻ എൻ, അങ്ങനെ ഒരു വൈറ്റമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. വൈറ്റമിൻ എൻ, പ്രവാഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് കാണാം. വൈറ്റമിൻ എൻ ഡെഫിഷ്യൻസി. നമ്മുടെ മക്കൾ വൈറ്റമിൻ എന്നിന്റെ കുറവുള്ള ആളുകളാണ്. ആ വൈറ്റമിൻ നമ്മുടെ ഉമ്മയും വാപ്പയും മക്കൾക്ക് എമ്പാടും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒന്നിനും പറ്റാത്ത മക്കളായി പോകും. എന്താ ഈ വൈറ്റമിൻ എന്നറിയോ? നോ എന്ന് പറയാനുള്ള സന്നദ്ധത. മാതാപിതാക്കൾ കുട്ടികൾ ചോദിച്ചത് മുഴുവൻ വാങ്ങിച്ചു കൊടുക്കണ്ട, ചോദിക്കുന്നത് മുഴുവനും വേണം എന്നല്ല, നോ എന്ന് പറയണം. അത് നിനക്ക് തരാൻ പറ്റില്ല. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കുട്ടി അത് വലിച്ചിടും ഇത് വലിച്ചിടും, എന്നാ പിന്നെ മൊബൈലിൽ കളിച്ചോട്ടെ. ഗാഡ്ജറ്റുകൾ, നമ്മുടെ ടോയ്സുകൾ, അവർക്ക് ബൈസിക്കിൾ, അവർക്ക് മൊബൈൽ ഫോൺ, അവർക്ക് ഐപാഡ്, അവർക്ക് ലാപ്ടോപ്പ്, ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. വാപ്പ എന്റെ കുട്ടി സന്തോഷിക്കട്ടെ.
പറയട്ടെ, നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും നിങ്ങളോട് നന്ദിയുള്ള ഒരു വാക്ക് പറയാൻ പോകുന്നില്ല. ഇങ്ങനെ നോ എന്ന് പറയാത്ത വാപ്പമാർ വൈറ്റമിൻ എൻ മക്കൾക്ക് കൊടുക്കാതെ വന്നാൽ കിട്ടിയ ആനന്ദത്തിന്, അള്ളാഹു നൽകുന്ന നിഅമത്തിന് ശുക്ർ ചെയ്യാത്ത മക്കളാണിവർ. ലോകത്ത് നടന്ന പഠനമാണിത്. ലോകത്ത് നടന്ന പഠനമാണ്. 1950കളിൽ ഒരു ടോയ് ബോയും കയ്യിലില്ലാതെ വളർന്നു വന്ന കുട്ടികളുടെ ബുദ്ധിയും പക്വതയും ഇന്നത്തെ മക്കൾക്കില്ലത്രേ. എന്താണെന്നറിയോ? ഓവർ ഇന്റലിജൻസ്. ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കുകയാണ്. നോ, മോനെ അധ്വാനിക്കണം, മോൻ അധ്വാനിച്ചു ചെയ്യണം, മോൻ വർക്ക് ചെയ്യണം, മോനെ കഷ്ടപ്പെടണം, എന്നിട്ട് സമ്പാദിക്കണം. മക്കളുടെ ആവശ്യങ്ങൾ മുഴുവനും നമ്മൾ നിർവഹിച്ചു കൊടുക്കണം 100%. എന്നാൽ മക്കൾ നമ്മളോട് വാണ്ട് ചെയ്യുന്നത്, നമ്മളോട് അവർ മേടിപ്പിക്കുന്ന പലതും അവരുടെ അത്യാവശ്യങ്ങളല്ല. അത്യാവശ്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, ആവശ്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ട. നോ എന്ന് പറയാൻ കഴിയണം. സമയമായിട്ടില്ല എന്ന് പറയണം. നീ ഇന്നത് ചെയ്യ് എന്നാൽ എന്ന് പറയണം. നിനക്കിപ്പത് നോക്കാനത് പ്രവർത്തിപ്പിക്കാൻ നേരമായിട്ടില്ല എന്ന് പറയണം. മക്കളോട് നോ എന്ന് പറയാതെ ആർഭാടങ്ങൾ എല്ലാം ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിച്ചാൽ ഈ മക്കളെ നന്നാവാൻ പോകുന്നില്ല. ഈ മക്കളിൽ ബുദ്ധി ഉണ്ടാവാൻ പോകുന്നില്ല. അവര് മെനക്കെട്ട് പഠിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് വൈറ്റമിൻ എന്നിന്റെ കുറവ് നമ്മുടെ കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമൂഹങ്ങളിലെ മക്കളോട് സ്വന്തം ഉമ്മയും വാപ്പയും നോ എന്ന് പറയുന്ന വൈറ്റമിൻ എൻ കൊടുക്കാൻ തയ്യാറാവുക. എന്നാലേ മക്കൾ നന്നാവൂ. ചോദിക്കുന്നത് മുഴുവനും കൊടുക്കല്ലേ. ഇല്ല, പറ്റില്ല എന്ന് പറയാൻ ഉമ്മക്കും അപ്പക്കും തന്റെ ഇടം വേണം. അത്യാവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക 100%. അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന്റെ 25%, 25% കൊടുക്കാൻ പാടുള്ളൂ എന്ന് അവരാവശ്യപ്പെടുന്നതിന്റെ 20. അത്യാവശ്യങ്ങൾ ഉണ്ടാകും, അത് മുഴുവൻ. അവരുടെ സേഫ്റ്റി, അവർക്ക് അഫെക്ഷൻ, അവർക്ക് പ്രൊട്ടക്ഷൻ, അവർക്ക് ഡിറക്ഷൻ, ഇതാണ് കൊടുക്കേണ്ടതെന്ന്. 3 കാര്യങ്ങളാണ്. മക്കളോട് പ്രൊട്ടക്ഷൻ സംരക്ഷണം കൊടുക്കണം. നമ്മുടെ മക്കൾ സുരക്ഷിതരാണെന്ന ബോധം അവർക്ക് കൊടുക്കണം. അഫെക്ഷൻ, മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം. ആൻഡ് ഡിറക്ഷൻ, എങ്ങോട്ട് മക്കൾ പോവണം, മക്കൾക്ക് ദിശാബോധം കൊടുക്കും. ഇത് 3മാണ് ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കാര്യമില്ല. വൈറ്റമിൻ എൻ ഡെഫിഷ്യൻസി സിൻഡ്രം നമ്മുടെ മക്കളിൽ കാണുന്ന ഈ ദേഷ്യമാണ്. എറിഞ്ഞു പൊട്ടിക്കുക, തകർക്കുക, തച്ചുടക്കുക, ഈ സ്വഭാവം വൈറ്റമിൻ എൻ ഇല്ലാത്ത കുട്ടികളിൽ കാണാൻ കഴിയും. ഞാനത് പറയുന്നത് നോ എന്ന് പറയേണ്ടതിന്റെ പകരമാണ് തമാശ രൂപത്തിൽ വൈറ്റമിൻ എൻ എന്ന് പറഞ്ഞത്. നോ എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. കഷ്ടപ്പാടിലൂടെയാണ് മക്കൾ ജീവിക്കേണ്ടത്. എന്നാൽ അവരുടെ നെസസിറ്റികൾ, അവരുടെ അത്യാവശ്യ വിഷയങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കുക. ആവശ്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല. 25% മദീന. അതില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒന്നിനും പറ്റാത്തവരായി മാറിപ്പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ.